ഹലോ, ഇന്ന് നമുക്ക് അസലൊരു മോരുകൂട്ടാൻ തയ്യാറാക്കിയാലോ. ഒരു കുമ്പളങ്ങ നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി ഇതുപോലെ അരിഞ്ഞെടുക്കുക കേട്ടോ. ആ കുമ്പളങ്ങ മൊത്തം ഞാൻ എടുത്തിട്ടില്ല, ഒരു പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കാൽ ഭാഗം മത്തങ്ങയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുമ്പളങ്ങയും മത്തങ്ങയും കൂടി ചേർത്തിട്ടുള്ള ഒരു മോരുകൂട്ടാനാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഈ മോരുകൂട്ടാനിലേക്ക്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മോരുകൂട്ടാൻ പല രീതിയിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം അല്ലേ. മുരിങ്ങക്കായ അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. നമുക്ക് ചേന ഇട്ട് കൊടുക്കാം, വെള്ളരിക്ക ഇട്ട് കൊടുക്കാം, പിന്നെ ചേമ്പിൻ്റെ മോരുകൂട്ടാൻ തയ്യാറാക്കാം അല്ലേ. ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുക്കറിൻ്റെ പകുതി വരെ വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് 2 വിസിൽ വരെ 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കിയാലോ. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഒരു 1/2 മുറി നാളികേരത്തിലധികം 2 ടേബിൾ സ്പൂണും കൂടി നാളികേരം കൂടി ചേർത്ത് അതിലേക്ക് ഒരു 5-8 എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എരിവുള്ള പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 കപ്പ് നല്ല പുളിയില്ല തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണേ. വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് മോരുകൂട്ടാൻ റെഡിയായി കിട്ടും. അരച്ച് വെച്ച മോര് ചേർത്ത നാളികേരമൊക്കെ ഇട്ടിട്ടുള്ള അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പുളിയില്ലെങ്കിൽ കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുക്കാം, ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. എനിക്കിന്ന് മോരുകൂട്ടാൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഉള്ളിയും മുളകൊക്കെ അരച്ച് ചേർത്ത ഉണക്കമാന്തൽ വറുത്തതാണ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ മോരുകൂട്ടാൻ്റെ കൂടെ ഈ പപ്പടം ഇങ്ങനെ മസാലയും ചതച്ച മുളകൊക്കെ ഇട്ടിട്ടുള്ള വറുത്ത പപ്പടമില്ലേ, അതും കൂട്ടി ചേർത്തിട്ട് കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മോരുകൂട്ടാൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വറവിട്ടെടുക്കണ്ടേ. വറവിട്ടെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ കടുക്, അതൊന്ന് പൊട്ടി വരുമ്പോൾ ഉലുവ ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽ മുളക് ചേർത്ത് കൊടുത്ത് പിന്നെ കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ മോരുകൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല മണമാണ് കേട്ടോ. മോരുകൂട്ടാൻ്റെ ചോറുണ്ടാകാൻ നല്ല കൊതിയായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിന്ന് ചോറിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ മോരുകൂട്ടാനും നല്ല ഉണക്കമാന്തൽ വറുത്തതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ബൈ.